എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചാമ്പയ്ക്ക ജാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാമ്പയ്ക്ക ഭാഗത്തുള്ള കറുപ്പെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു, അതിലേക്ക് ശർക്കര ഇട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് ചാമ്പയ്ക്ക ഇട്ട് ഒന്ന് ആവി കയറ്റണം. ആ ശർക്കര അലിയുമ്പോഴുള്ള ആവി തന്നെ മതിയാകും. ഇപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റവ് ഓഫാക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം തണുത്തിട്ടുണ്ട്, ശർക്കര നല്ലപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ചാമ്പയ്ക്ക മിക്സിയിലേക്ക് കുറേശ്ശെ ഇട്ട് ശർക്കരയും കുറച്ചൊഴിച്ച്, ശർക്കര പാനി കുറച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓണാക്കാം. ഇത് നല്ലപോലെ തിളച്ച് വരണം. ഇതിലേക്ക് 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഈ പട്ടയുടെ 2 കഷ്ണം എടുത്ത് മാറ്റണം. ഇത് പട്ട ഇടുന്നത് കൊണ്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്ത് ഇത് പൊട്ടി കയ്യിലെല്ലാം തെറിച്ചു കൊണ്ടേയിരിക്കും. ഇനി ഈ സമയത്ത് ഈ പട്ട എടുത്ത് മാറ്റാവുന്നതാണ്. അതിൽ കിടക്കുകയാണെങ്കിൽ അതിൽ വല്ലാണ്ടൊരു കുത്തൽ വന്നു പോകും. ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. തീരെയും വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയും കുറേ കൂടി ഡ്രൈ ആവാനുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 4-5 തുള്ളി ചെറുനാരങ്ങ നീര് ഇറ്റിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട, 3-4 തുള്ളി മതിയാകും. അത്രയും മതി. ഇത് സാധാരണ ഇതിൽ സിട്രിക് ആസിഡാണ് ചേർക്കുന്നത്. അത് കേടാവാതെ ഇരിക്കുക. അതിന് പകരം നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇനി സ്റ്റവ് ഓഫാക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡിൽ തേച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാമാണ്. കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാനും സാധിക്കും. എല്ലാം പുരട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.